ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ രാവിലെ 4:30 എഴുന്നേറ്റ് ഞാൻ ഫ്രഷ് ആയി. ഫ്രണ്ട്സ്, ഇതാണ് എൻ്റെ പട്ടുപാട. ഇത് ഇഷ്ടപ്പെട്ടവരൊന്ന് ലൈക്ക് ചെയ്യണേ. അങ്ങനെ ഞാൻ റെഡി ആയി കഴിഞ്ഞു. ഞങ്ങളിത് റെഡിയായി ഇറങ്ങാൻ ഒരുങ്ങിയപ്പോഴായിരുന്നു ഫ്രണ്ട്സ് നല്ല തകർത്ത മഴ. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും മഴ ചെറുതായിട്ടൊന്ന് കുറഞ്ഞു. പിന്നെ ഞങ്ങൾ നടന്ന് അമ്പലത്തിലോട്ട് പോയി. അങ്ങനെ 6 മണിയോടെ ഞങ്ങൾ അമ്പലത്തിലെല്ലാം എത്തി. കുടയില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ചെറുതായിട്ടൊക്കെ നനഞ്ഞു. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു അമ്പലത്തിൽ. പിന്നെ അവിടെ ഒരു കടയിൽ കയറി ഞങ്ങൾ എല്ലാവരും കൂടെ കോഫി കുടിച്ചു. കോഫി എല്ലാം കുടിച്ചു തീർന്നു. പിന്നെ അമ്പലത്തിനകത്ത് നമ്മൾ ഫോൺ അലൗഡ് അല്ലാത്തത് കൊണ്ട് നമ്മൾ ക്ലോക്ക് റൂമിലാണ് ഏൽപ്പിച്ചിരുന്നത്. 6:15 ക്യൂ നിൽക്കാൻ തുടങ്ങിയ ഞങ്ങൾക്ക് 1 മണിയായപ്പോഴാണ് അമ്പലത്തിൻ്റെ അകത്ത് കയറി ഭഗവാനെ കണ്ട് പ്രാർത്ഥിക്കാൻ പറ്റി. പ്രദക്ഷിണയൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേക്ക് 2 മണിയായി. അച്ഛനും അമ്മയുടെ ഫോട്ടോയൊക്കെ എടുത്ത് പിന്നെ ഞങ്ങളുടെ ഫോട്ടോ എടുത്ത് അങ്ങനെ നിന്നു. എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഗുരുവായൂരിലെ പായസവും വെണ്ണയും പഞ്ചസാരയും പിന്നെ കളഫവും വാങ്ങിച്ചു. പിന്നെ അവിടുന്ന് കിട്ടിയ പ്രസാദവുമാണ്. പായസം വാങ്ങിച്ചുകൊണ്ട് വന്നത് അച്ഛനും അമ്മയുടെ കൂടെ തുടങ്ങി. പിന്നെ ഞാനും കുടിച്ച് അങ്ങനെ ഇറങ്ങാറായപ്പോഴത്തേക്ക് നമ്മുടെ പായസം മുക്കാലും തീർന്നിരുന്നു. ഉച്ചയായാലും അമ്പലത്തിലെ തിരക്കിലൊന്നും ഒരു കുറവും ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ മൂന്നേരും കുറച്ച് സെൽഫിയൊക്കെ എടുത്തു. ഞാനിതൊക്കെ റീലൊക്കെ എടുക്കാനുണ്ടായിരുന്നു. പിന്നെ റീലൊക്കെ എടുത്തു കൊടുത്തു. പിന്നെ അത് കണ്ടിട്ട് ഇനി കൊള്ളാൻ തോന്നി ഞാനും അതേപോലെ ഓർമ്മ ചെയ്തു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങളുടെ സ്റ്റേജിൽ നിന്ന് കൊച്ചു പിള്ളേരുടെ ഭരതനാട്യവും പിന്നെ തിരുവതിരയൊക്കെ കണ്ടിരുന്നു. അങ്ങനെ 3:30 ആയപ്പോഴത്തേക്ക് ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി. പിന്നെ രാവിലെ ഒന്നും കഴിക്കാത്തത് കൊണ്ട് തന്നെ നല്ല വിശപ്പായിരുന്നു. പിന്നെ അവിടെ അടുത്തുള്ളൊരു ഹോട്ടലിൽ കയറി അവിടെ നിന്ന് ഒരു സദ്യ കഴിച്ച് പിന്നെ കൊള്ളാമെന്ന് ചോദിച്ചാൽ കുഴപ്പമില്ലായിരുന്നു എന്നൊരു റേഞ്ചിലായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ വൈകിട്ട് 5:30 ആയപ്പോഴത്തേക്ക് ഞങ്ങൾ അവിടുത്തെ വിളക്കൊക്കെ ഒന്ന് കാണാൻ ഇറങ്ങി. നല്ല അടിപൊളിയായിരുന്നു സന്ധ്യക്കൊക്കെ ഈ വിളക്കൊക്കെ കാണാൻ. പിന്നെ സന്ധ്യക്കുള്ള തിരക്കിന്റെ കാര്യം ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. തെക്കേ നട എത്തി ഗുരുവായൂർ കേശവന്റെ സ്റ്റാച്ചുവിനൊക്കെ അടുത്ത് നിന്ന് ഞങ്ങൾ ഫോട്ടോയൊക്കെ പോകുന്ന വഴിയിൽ അമ്മ ഒരു കടയിൽ കയറി ഗുരുവായൂരപ്പന്റെ കുഞ്ഞ് ഫോട്ടോസൊക്കെ വാങ്ങിച്ചു. അവിടെ നിരത്തിയിരിക്കുന്ന ആ കുഞ്ഞ് കണ്ണനെയൊക്കെ കാണാൻ നല്ല രസമായിരുന്നു. സമയത്താണെങ്കിൽ അതിനകത്ത് ഈ തൊട്ടടുത്തുള്ള കടയിലുള്ള ഈ ടോയ് സൗണ്ട് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞ് വേണമെന്ന് പറഞ്ഞ് പിടിച്ചുകൊണ്ട് നടക്കുമായിരുന്നു അതിനെ. അങ്ങനെ ഏകദേശം സന്ധ്യയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്പലത്തിലെ ഭക്തരെ ദൈവത്തിന് സമർപ്പിക്കാൻ വേണ്ടി തീനും പിന്നെ അരിയും ചക്കയും നെല്ലിക്കയും കൽക്കണ്ടം അങ്ങനെ കുറേ സാധനങ്ങൾ അവിടെ പൂജയ്ക്ക് ശേഷം ലേലത്തിന് വെച്ചിരുന്നു. പിന്നെ അവിടുത്തെ ചെറിയ പങ്ക് ഞങ്ങൾക്കും കിട്ടി. അങ്ങനെ ആ കിട്ടിയ പങ്കിൽ അരി നെല്ലിക്കയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ ഇരുന്ന് അതും കഴിച്ചുകൊണ്ടൊക്കെ ഇരുന്നു. അങ്ങനെ കുറച്ച് നേരം പുറത്തൊക്കെ കറങ്ങി നടന്നതിന് ശേഷം ഞങ്ങൾ അവിടെ ഒരു തട്ടുകടയിൽ കയറി. അങ്ങനെ എനിക്ക് ഇടിയപ്പവും പിന്നെ ഒരു ഗ്രേവിയും പറഞ്ഞു. പിന്നെ അമ്മയും അനിയത്തിയൊക്കെ ദോശയും സാമ്പാറും ചമ്മന്തിയും പിന്നെ അച്ഛൻ പൊറോട്ടയും ബീഫ് റോസ്റ്റൊക്കെ കഴിച്ചു. ഫുഡെല്ലാം കഴിച്ചു കയറി ഞങ്ങൾ നേരെ വീട്ടിൽ പോകുന്ന വഴി കുറച്ചൊരു ഫുട്പാത്തിലൊക്കെ നിന്ന് കാറ്റും കൊണ്ട് സംസാരിച്ചൊക്കെ. ഫ്രണ്ട്സ്, ഇത്രയൊക്കെ ഉള്ളൂ ഗുരുവായൂർ വിശേഷങ്ങൾ. അപ്പോൾ ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബും ചെയ്ത് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.